ഇത് ഞാൻ ഒന്നാം തരം ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ കുറേ ആൾക്കാരൊക്കെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നല്ല ഒന്നാമതായിട്ട് വെളുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടോ. വെളുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. വെളുപ്പും കറുപ്പും ഒക്കെ നമുക്ക് അഴക് തന്നെയാണ്. നമ്മളെ മനസ്സ് നല്ല ശുദ്ധമായിട്ടിരുന്നാൽ മതി. ശുദ്ധം എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹവും കരുണയും ഒക്കെ നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. ഉറവോ പറ്റാത്തൊരു മനസ്സുണ്ടെങ്കിൽ വെളുപ്പിനും കറുപ്പിനൊന്നും അവിടെ യാതൊരു പ്രസക്തിയില്ല. എന്നാലും ചിലവർക്ക് ഇങ്ങനെ വെളുക്കണം എന്നൊക്കെ ഉണ്ടാവൂലേ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ നമുക്ക് രാത്രിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാത്ത സമയത്ത് ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വയറ് ഫുള്ളായി നമുക്ക് ബോഡിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി ഇവിടെ കഴിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കും വലിയ ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ എല്ലാ ജ്യൂസും ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊന്ന് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന്. ആപ്പിളാണ് കേട്ടോ ഇത്. ഒരു വലിയ ആപ്പിളാണ്. അത് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞ് ചെറുതായി കട്ടാക്കി എടുത്താണ്. ഇത് 1 2 3 4 5 ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. രാവിലെ ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്ത് അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞതാണ്. ഇത് അതുപോലെ തന്നെ 5 ബദാമുണ്ട്. ബദാമും വെള്ളത്തിലിട്ടതാണ്. ഇനി ഇതിൻ്റെ തോല നമ്മൾ മിക്സിയിൽ ഇടുമ്പോൾ അത് മാറ്റിയെടുക്കാം. പിന്നെ 4 അണ്ടിപ്പരിപ്പുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി ഉണ്ട്. പിന്നെ അതുകൂടാതെ ഏലക്കായ, ഇതാ ഒരു കുഞ്ഞ് ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് പഴമാണ്. പഴത്തിൻ്റെ പേരെന്താ ജ്യൂസ് അടിക്കുന്നത്? അത് ഞാലിപ്പൂവൻ. ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പാല് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് പാലും പിന്നെ മധുരത്തിന് വേണ്ടി തേനും കൂടിയാണ് ഒഴിക്കുന്നത്. ആദ്യം ഞാൻ ഇതെല്ലാം കൂടി മിക്സിക്കകത്ത് ജ്യൂസറിലോട്ട് ഇട്ടിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിന് ശേഷമാണ് ബാക്കി പാൽ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മിക്സിയിൽ നിന്ന് പുറത്ത് പോയാൽ പിന്നെ ഇതെല്ലാം നല്ല നല്ല സാധനങ്ങളല്ലേ, അത് പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വരാവേ. കട്ട് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിലധികം നാടൻ തേനാണ് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് 3 ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒന്നാമതൊരു ടേസ്റ്റും നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. ഇതെന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ. ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ഹെൽത്തൊക്കെ. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.